നമസ്കാരം. ഇന്ന് ഞാൻ പറയാവുന്നതുപോലെ നമുക്ക് വേനൽക്കാലത്തുണ്ടാകുന്ന സോക്കേടിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ വെള്ളം കൊണ്ടുവരുന്നതും അതായത് വിൻ്ററിനെ പറ്റി പറഞ്ഞു, മഴക്കാലത്തിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് വേനൽക്കാലം. പണ്ട് നമുക്ക് കേരളത്തിന് എടുക്കാം. ആദ്യമായിട്ട് കേരളത്തിൽ വേനലുണ്ടെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണം നമുക്ക് ഈ തിരുവനന്തപുരം അതായത് കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ നമുക്ക് കൂട്ടാം കേരളമായിട്ട്. കന്യാകുമാരി വേറെ ഡിസ്ട്രിക്റ്റാണ്, അത് കേരളത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണിത്. അതിനകത്ത് ആൾക്ക് വായു കിട്ടാനുള്ള സാധ്യതയില്ല, വെള്ളം കിട്ടാനുള്ള സാധ്യതയില്ല, ഒന്നുമില്ല. ഇവിടെ തൊട്ട് നമ്മൾ ഈ ഹൈവേ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇവിടം തൊട്ട് വാഹനത്തിൻ്റെ ബഹളമാണ്. നമുക്കെന്തിനും ഇത്രയും ആവശ്യമില്ലാത്തൊരു ഇതാണ് ഇത്രയും വാഹനം. അപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരാൾക്കൊരു കാറുണ്ട്, അല്ലെങ്കിൽ 2 പേർ കാറുണ്ട്. ഈ കാറുകളെല്ലാം ഉപയോഗിക്കും. പിന്നെ 2 വീലേഴ്സ് ഇല്ലാത്ത ഒരു വീടുകളിൽ 2, 3, 4, 5 2 വീലറുമാണ്. ഇപ്പോൾ നമ്മൾ ആളുകൾ വരും പബ്ലിക്. ഇതെല്ലാം എന്താണ്? കെമിക്കൽസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വായു മലിനീകരണം ഉണ്ടാവും. ഇത് കൂടുതലും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് വേനൽക്കാലത്താണ്. ഈ പുക, ഈ മഴയുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ താഴോട്ട് പോകും. പിന്നെ വിൻ്റർ ആകുമ്പോഴത്തേക്ക് തണുപ്പ് കൊണ്ട് കുറച്ചൊരു വ്യത്യാസം വരും. വേനലാകുമ്പോഴത്തേക്ക് ഇതെല്ലാം പുക കൊണ്ടൊരുതായിരിക്കും. ഇപ്പോൾ ഉദാഹരണം ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് വിഴിഞ്ഞം ഫോർട്ട് വന്നിട്ടുണ്ട്. അത് കുറേ സാമ്പത്തികമായിട്ടുണ്ടാവും ഗവൺമെൻറ്റിനും, പക്ഷേ പൊതുജനങ്ങൾക്ക് അത് വലിയ ദോഷമാണ്. കാരണം ഒരു കപ്പലെടുത്ത് കഴിഞ്ഞാൽ എന്തുമാത്രം പുകയാണ് ഉണ്ടാക്കുന്നത്. അത് വേനൽക്കാലം പോലെ തന്നെയാണ് അതിൻ്റെ ഇഞ്ചൂറിയസ്. അത് എയർ പൊല്യൂഷൻ, ഈ വാട്ടർ പൊല്യൂഷൻ, അതുപോലെ ആഹാരത്തിൻ്റെയും ഇതുമെല്ലാം വേനൽക്കാലത്തെ ഡിസീസിനെ ആശ്രയിച്ചിരിക്കും. പിന്നെ വേനൽക്കാലത്ത് പ്രധാനമായിട്ട് വരുന്നത് 2-3 പകർച്ചവ്യാധികളാണ്. ഒന്ന് മീസിൽസ്, അത് വളരെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഈ വാക്സിനൊക്കെ എടുത്തിട്ടുള്ളൂ, വളരെ ചുരുക്കമായിട്ട് വരാറുള്ളൂ. വലിയ ആളുകൾക്കും വരാം. പിന്നെ പ്രധാനമായിട്ട് വരുന്നത് സ്മാൾ പോക്സ് ആണ്. അതും ഈ വായിൽ കൂടെ വേനൽക്കാലത്ത് വരുന്ന ഒരു പകർച്ചവ്യാധിയാണ്. ചിക്കൻ പോക്സ് ഇപ്പോൾ എല്ലാം കൺട്രോൾ ചെയ്തിരിക്കും. ഇപ്പോൾ ചിക്കൻ പോക്സിനെ പറ്റി റിപ്പോർട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് സ്മാൾ പോക്സ് വരും. സ്മാൾ പോക്സ് വന്നു കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞതുപോലെ അതിന് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് റെസ്റ്റാണ്. പിന്നെ ഈ വൈറ്റമിൻ ട്രീറ്റ്മെൻറ്റ് കൊള്ളാം. പിന്നെ ഹോമിയോപ്പതിക് മെഡിസിനിൽ ഇതിന് വളരെ എഫക്റ്റീവായിട്ടുള്ളതുണ്ട്. പിന്നെ കഴിയുന്നതും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ മോഡേൺ മെഡിസിനിലെ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കാതിരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ ആയുർവേദത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നാച്ചുറലായിട്ടുള്ള ഒരുപാടുണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾ അനുകരിക്കുക. അതേസമയം മോഡേൺ മെഡിസിനിലും ഉണ്ട്. കാരണം അതിൽ ദോഷവശങ്ങളില്ലാത്ത ഡ്രഗ്സുകൾ ധാരാളമുണ്ട്. ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ദോഷവശമുണ്ട്. അല്ലാതെ നാച്ചുറൽ ക്യൂറേറ്റീവ് മെഡിസിൻസ് ധാരാളം മോഡേൺ മെഡിസിനുണ്ട്. ആ ഒരു വിങ് ഡോക്ടർമാർ അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന സോക്കേടുകൾ. പിന്നെ ചില ആളുകൾക്ക് വേനൽക്കാലം വരുമ്പോഴത്തേക്ക് ഈ ശരീരം മുഴുക്കെ ഡ്രൈ ആവും. അത് വിൻ്റർ സീസണിലും അതുണ്ടാവും. അപ്പോൾ പിന്നെ സൂര്യപ്രകാശം എന്ന് പറഞ്ഞാൽ ഭയങ്കര റേഡിയേഷനാണ്. ഇപ്പം നമുക്ക് ഏകദേശം ഗൾഫ് കൺട്രി പോലെ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഈ റേഡിയേഷൻ വന്നു കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസർ വരെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ റേഡിയേഷൻ സൂര്യപ്രകാശം അടിച്ചിട്ട് പൊള്ളൽ പോലെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ കഴിയുന്നത് വേനൽക്കാലം വരുമ്പോഴത്തേക്ക് നമ്മൾ കഴിയുന്നതും ഒരു 12 മണി തൊട്ട് 3 മണി വരെയെങ്കിലും ഈ വെയിലത്ത് ജോലി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിരാവിലെ നിങ്ങൾക്ക് ജോലി ചെയ്യാം, അത് കഴിഞ്ഞൊരു 3 മണിക്ക് ശേഷം ജോലി ചെയ്യാം. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ജോലി ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഓപ്പൺ എയർ ജോലി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. എല്ലാ സോക്കേടും ഉണ്ടാവും. പിന്നെ അതുപോലെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഒരു ദിവസത്തെ ഫങ്ഷന്, ബോഡിയുടെ ഫങ്ഷന് ഏകദേശം 4 ലിറ്റർ വെള്ളം വേണം. 4 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഗ്ലാസ് വെള്ളം വേണം മിനിമം. ചെറിയ ഗ്ലാസ് ആണെങ്കിൽ 15. ഇത്രയും വെള്ളമില്ലെങ്കിൽ നമുക്കില്ലാത്ത രോഗങ്ങൾ മുഴുക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ മഞ്ഞപ്പിത്തം ഒരു കാരണങ്ങൾ വരുന്നുണ്ട് ഈ വേനൽക്കാലത്ത്. അതുകൊണ്ട് ഈ വൈറസ് കൊണ്ടുണ്ടാകുന്നുണ്ട്.
പിന്നെ അതുപോലെ ഈ വെള്ളം കുടിക്കാത്തത് കൊണ്ടും ലിവറിന് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വേനൽക്കാലം വരുമ്പോഴത്തേക്ക് മാക്സിമം വെള്ളം കുടിക്കുക, ഈ വലിയ വെയിൽ കൊള്ളാതിരിക്കുക, നമ്മുടെ ജോലിക്ക് മാക്സിമം രാവിലെ പോവുക, അല്ലെങ്കിൽ വൈകിട്ട് ചെല്ലുക. കഴിയുന്നതും ഈ ഉച്ച സമയത്ത് നമ്മൾ കഴിയുന്നതും റെസ്റ്റ് എടുത്ത് വീട്ടിൽ ഇരിക്കണം. ഏത് തൊഴിലാളികളായി കഴിഞ്ഞാലും തന്നെ നമ്മൾ 2-3 മണിക്കൂർ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം ചെയ്തോളൂ. അത് രാവിലെയും ഈവനിങ്ങിലും ചെയ്യാം, ഒരു 3 മണി കഴിഞ്ഞിട്ടും ചെയ്യാം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ നമുക്ക് മാറ്റാൻ സാധിക്കും. ഈ വേനൽക്കാലത്ത് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസർ വരെയും വരാം. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടുന്നതിനൊരു കടമ നമ്മളിൽ തന്നെ നിക്ഷിപ്തമാണ്. അപ്പോൾ ഒരു ഡോക്ടറെ അടുത്തോ അല്ലെങ്കിൽ വേറെ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ജനറലായിട്ട് നമ്മളിതെല്ലാം ചെയ്യുക. ഞാനിതെല്ലാം പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാം, ഹാർട്ട് അറ്റാക്ക് മാറ്റാം. ഹാർട്ട് ഡിസീസിനെ പറ്റി നിങ്ങൾക്ക് മറക്കുക വരെ ചെയ്യാം. അതിൻ്റെ ഒന്ന് ബൈപ്പാസ് വരെ ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം വഴി ഒഴിവാക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനുള്ള പ്രധാന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂതനമായിട്ടുള്ള ലേസർ ട്രീറ്റ്മെൻറ്റാണ്. അത് ഞാനിവിടെ എൻ്റെ സെൻറ്റേഴ്സിൽ കൊടുക്കുന്നുണ്ട്. ഇതേപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.